നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ പോളിംഗ് ശതമാനം ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന വ്യാഖ്യാനങ്ങൾ പലതും വരുന്നുണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കളയുകയാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ. ബി.ജെ.പിയുടെ സീറ്റുകളിൽ ഇക്കുറി ഗണ്യമായ ഇടിവുണ്ടാകില്ല. ബംഗാൾ, ഒഡീഷ, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ പാർട്ടി നേട്ടമുണ്ടാക്കുകയും ചെയ്യും. 300 സീറ്റിന് മേലെ മോദിയുടെ പാർട്ടി നേടുമെങ്കിലും 400 തൊടില്ല. രാജ്യമൊട്ടുക്ക് കേൾക്കുന്ന സംവാദങ്ങളും പ്രസ്താവനകളും എല്ലാം ബി.ജെ.പിക്ക് എതിരാണെങ്കിലും ആ പാർട്ടിയുടെ സീറ്റ് എണ്ണത്തിൽ ഗണ്യമായ ഇടിവുണ്ടാകില്ലെന്ന് പ്രശാന്ത് കിഷോർ RTV-യോട് പറഞ്ഞു. അത്ഭുതകരമായ മാറ്റം സംഭവിക്കാൻ തക്കതായ അടിസ്ഥാന തലത്തിൽ ഏതെങ്കിലും സൂചനകൾ നിരീക്ഷിക്കാനായിട്ടില്ല. 400 സീറ്റ് ബി.ജെ.പി നേടുന്ന സാഹചര്യവും അദ്ദേഹം തള്ളിക്കളഞ്ഞു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബി.ജെ.പിക്ക് ലഭിച്ചേക്കാവുന്ന സീറ്റുകളിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാകില്ല. ദക്ഷിണേന്ത്യ, കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനവും സീറ്റും കൂടും. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ബി.ജെ.പിക്ക് നിലവിൽ 300-ലധികം സീറ്റുകളാണുള്ളത്. ഇത്തവണ അതിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ പ്രദേശത്തും ബി.ജെ.പിക്ക് ചില ചെറിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം. എന്നാൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി.ജെ.പിക്ക് കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ.ഡി.എക്ക് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി 370 സീറ്റ് കടക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പി ഒറ്റയ്ക്ക് 400 സീറ്റ് കടക്കുകയോ 200 സീറ്റിലേക്ക് താഴുകയോ ചെയ്തില്ല. രാജ്യത്തെ പ്രതിപക്ഷം ദുർബലമല്ല. എന്നാൽ ബി.ജെ.പിക്കെതിരെ മത്സരിക്കുന്ന പാർട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ തോന്നാം. 400 സീറ്റ് നേടുക എന്നത് ബി.ജെ.പിയുടെ മനഃശാസ്ത്രപരമായ തന്ത്രമാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. അതേസമയം പ്രശാന്ത് കിഷോറിനെതിരെ YSR കോൺഗ്രസ് പാർട്ടി പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പായി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ചാനലിന് പ്രശാന്ത് കിഷോർ നൽകിയ അഭിമുഖത്തിനെതിരെയാണ് YSRCP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. YSRCP ദയനീയമായി പരാജയപ്പെടുമെന്നും കേവലം 51 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും പ്രശാന്ത് കിഷോർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രശാന്ത് കിഷോർ നടത്തിയതെന്നാണ് YSRCP പരാതിയിൽ പറയുന്നത്. അഭിമുഖം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും YSRCP ചൂണ്ടിക്കാട്ടി. നിശബ്ദ പ്രചാരണ ദിവസം അഭിപ്രായ സർവേ പുറത്തുവിട്ടതിന് സമാനമാണ് ചാനൽ ഇന്റർവ്യൂ എന്നും പരാതിയിൽ പറയുന്നു. അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകനെതിരെയും YSRCP പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം ഏപ്രിലിലും വാർത്താ ഏജൻസിയായ PTIയുടെ എഡിറ്റർമാരുമായി സംസാരിക്കവേ 3-ാം വട്ടം അധികാരത്തിലേറുന്നതോടെ ദീർഘകാലത്തേക്ക് ബി.ജെ.പി ആധിപത്യത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക പ്രശാന്ത് കിഷോർ തള്ളിക്കളഞ്ഞിരുന്നു. 1984 വൻ വിജയത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2014 ശേഷം ബി.ജെ.പി പിന്നോക്കം പോയ സമയത്തും അത് മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന്, വിശേഷിച്ചും കോൺഗ്രസിന് കഴിഞ്ഞില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസമിൽ ഒഴികെ നിരവധി സീറ്റുകൾ ബി.ജെ.പിക്ക് നഷ്ടമായിട്ടും പാർട്ടിക്ക് തിരിച്ചുവരാൻ പ്രതിപക്ഷം സ്ഥലം അനുവദിച്ചു കൊടുത്തു. നോട്ട് നിരോധനത്തിന് ശേഷം ബി.ജെ.പി ഗുജറാത്തിൽ അധികാരം നഷ്ടപ്പെടുന്നതിന്റെ അടുത്തുവരെ എത്തി. 2018 നിരവധി സംസ്ഥാനങ്ങളിൽ തോറ്റു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മണ്ടത്തരം കാണിച്ചു. 2020 കോവിഡ് മഹാമാരിക്ക് ശേഷം മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേൽക്കുകയും ബംഗാളിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഈ സന്ദർഭം മുതലാക്കി ബി.ജെ.പിക്ക് വെല്ലുവിളി ഉയർത്താതെ വീട്ടിലിരുന്ന പ്രതിപക്ഷ നേതാക്കൾ മോദിയുടെ രാഷ്ട്രീയ തിരിച്ചുവരവിന് കളമൊരുക്കി കൊടുത്തുവെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. ക്യാച്ചുകൾ തുടർച്ചയായി പാഴാക്കിയാൽ എതിരാളി നല്ല ബാറ്ററാണെങ്കിൽ സെഞ്ചുറി അടിക്കുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വഴിമാറി കൊടുക്കണമെന്നും ഒരു ഇടവേള എടുക്കണമെന്നും പ്രശാന്ത് കിഷോർ നിർദ്ദേശിച്ചിരുന്നു.